ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. ഹീറോയിൻ ഇരിക്കുകയായിരുന്നു. മാമൻ മാരേജ് വെച്ച് മാമൻ പടി പര ടോർച്ച് ചെയ്യും. അപ്പോൾ ജിന്നു മാമായിട്ടൊരു കോഹിനെ ഹീറോയെ ഓർക്കരുത്. ജിന്നു പറയായിരുന്നു, ഹായ് ബ്യൂട്ടി, നമുക്ക് മാരേജ് കഴിയാനും ഞാൻ ഓൾറെഡി ആൻസം അല്ലേ. ആഹാ, അയ്യോ ജിന്നു മാമ സെറ്റാവല്ല. അപ്പോൾ ഷുഗർ മാമ, ഷുഗർ മാമ എനിക്ക് നമുക്ക് ഷോപ്പിംഗ് പോവാം. അയ്യോ ഷുഗർ മാറ എനിക്ക് പറ്റില്ല. അയ്യോ ഇങ്ങനെ പറയുമല്ലോ മാമ, ഈ ഷുഗർ മാമ വേണ്ട. അപ്പോൾ ജേഹബ് മാമ, ഓക്കെ ജേഹബ് മാമ, ജെഹു മാമ ഓക്കെ. അപ്പോൾ ജിമ്മിന് മാമ വേണ്ട. ജിമ്മിന് മാമ ഫ്ലൈറ്റ് ചെയ്തോണ്ട് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കോമഡി ആക്കി കൊല്ലു. അപ്പോൾ ജങ്കുക്ക് മാമ ഭയങ്കര കോൾഡ്, അതിന് വേണ്ട. അപ്പോൾ ജെഹു മാമക്ക് ഓക്കെ പറയാം. അങ്ങനെ ഹീറോയെ പ്ലാൻ ചെയ്തു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജിമ്മിൻ മാമ വി മാമ വേണ്ട. ജങ്കുക്ക് വി മാമ മോസില്ല, നല്ല ക്യൂട്ട്. ഒരുപോലെ ജങ്കുക്ക് മാമ അല്ല ജെഹു മാമ അല്ലാതെ വി മാമ, ഇവർ രണ്ടുപേരും മാരേജ് ചെയ്തിട്ട് കഴിച്ചാൽ അയ്യോ രണ്ടുപേരിലെ ഒരാൾ മാരേജ് കഴിക്കാം. ശരി ഓക്കെ. ഒരുപോലെ ഇല്ല ജെഹു മാമ ഇല്ല വി മാമ, ഇവർ രണ്ടുപേരും ഒരുപോലെ രണ്ടല്ലെങ്കിൽ ഒരാളെ അക്സെപ്റ്റ് ചെയ്യും. ഒരുപോലെ ജെഹു മാമക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, വി മാമന് ഗേൾ ഫ്രണ്ട് മാരേജ് കഴിച്ചോളാം. ഓക്കെ എന്ന് ഹീറോയും ഓക്കെ മോം എൻഗേജ്മെൻ്റ് അല്ലേ ആരും മോമേ. ഇല്ല ജെഹു മാമാണോ ഇല്ലേ വി മാമാണോ പറഞ്ഞു. ജങ്കുക്ക് ടെൻഷനായി. എന്താ എന്താ മാമ ടെൻഷനാവും. എന്താ മാമ പറഞ്ഞ. ഇല്ലമ്മ ഇല്ല ജെഹു മാമ അല്ലാതെ ഇല്ല വി മാമക്ക എന്നെ എൻഗേജ്മെൻറ്റ് ചോദിച്ചതാ. അതൊക്കെ ജങ്കുക്ക് മാമക്ക് ടെൻഷനായി. എന്താ മതി അങ്ങനെ പറഞ്ഞ. എന്താ മമ്മി ഇതിൽ എത്ര റിങ് കൊണ്ടു? 7 റിങ് കൊണ്ടു. 7 റിങ് ഉണ്ടല്ലേ. അതെ മോം. ഇതിലെത്ര? 8 റിങ് ഉണ്ടല്ലോ മോം. അപ്പം മാമക്ക് എൻഗേജ്മെൻറ്റാ. അപ്പം ബാക്കി റിങ് കൊണ്ട് നിൻ്റെ കൂടെ എൻഗേജ്മെൻറ്റ്. അമ്മമ്മ വേണ്ടമ്മ, മാമല്ല വേറൊന്നും മാറി എനിക്ക് പറ്റില്ല എന്ന് ഹീറോ പറയായിരുന്നു. നീ പറഞ്ഞേക്ക് അവർ ജനിച്ചപ്പോഴേ ഞങ്ങൾ തിരിച്ചു പോയി ചേർന്നു. എനിക്ക് ഒരു ഗേൾ ബേബി ഇല്ല എനിക്ക് എല്ലാം ഉള്ളത് ഇതാ നിൻ്റെ ചേട്ടന്മാർക്കാണല്ലോടാ പോത്ത് മരത്തി നിന്ന്. അമ്മ എന്തിനമ്മ നിങ്ങൾ പോത്ത് പറയുന്ന. നിനക്കുള്ളത് 6 മാമസുണ്ടു. അവർ നിനക്ക് 6 ചേട്ടനുണ്ടു. അതിൽ നീ ഒരു ഗേളായി ജനിച്ചു. ഞാൻ മാമക്ക് ഗേൾ തന്നെ മാരേജ് ചെയ്യിക്കുമെന്ന് ആഗ്രഹിച്ചു. ലാസ്റ്റായി നീ ജനിച്ചു. അമ്മ നിനക്ക് അറിയാൻ തുടങ്ങി. സാറില്ല നീ ടെൻഷൻ എന്നിട്ട് ഹീറോ ടെൻഷനിലൂടെ പോകാൻ തുടങ്ങിയായിരുന്നു. എന്തൊരു കഷ്ടമാണ് ഈ അമ്മക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല തോന്നുന്നു. അങ്ങനെ ഹീറോയ്ക്ക് അരിഞ്ഞിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനായിട്ട് ഹീറോയെ പറഞ്ഞു പിറ്റേ ദിവസം മെമ്പർ ഹീറോയിനെ പിടിച്ചു. അങ്ങനെ ഹീറോയ്ക്ക് അവർ കൂടെ എൻഗേജ്മെൻ്റ് ആയി. ഹീറോയി അവർ നോക്കി മറക്കായിരുന്നു. എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിലായിരുന്നു. അപ്പോൾ ഹീറോയി ഫ്ലാഷ് ബാക്ക് ഓർക്കായിരുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞങ്ങളെ ഗേൾ ഫ്രണ്ട് ഞങ്ങൾക്ക് ഫിയാൻസി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി ശരി. അങ്ങനെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. നൈറ്റായിരുന്നു. നൈറ്റായപ്പോൾ അമ്മ എന്ന് മഞ്ജു ഞാൻ നിങ്ങളെ കൂടെ ഉറങ്ങട്ടെ മഞ്ജു പറയായിരുന്നു. എന്തിനാ മഞ്ജു ഇങ്ങനെ പറയണേ. ഇല്ല മമ്മി ഞാൻ റൂമിൽ ഉറങ്ങില്ല. ഏതോ ഒരു പ്രേത പിശാച് വരാൻ തുടങ്ങി. പ്രേതം ഉണ്ടല്ലോ ഇവിടെ 7 പേർ. മഞ്ജു കരയാൻ തുടങ്ങി. അതിന് മനസ്സിലുണ്ട് എത്തമ്മ പേടിയാൻ മമ്മി പ്ലീസ് ഞാൻ കൂടെ ഉറങ്ങട്ടെ. ശരി മഞ്ജു കിടന്ന് ഉറങ്ങിക്കോ. അങ്ങനെ മമ്മീനെ കെട്ടി പിടിച്ച് ഉറങ്ങാൻ അച്ഛനൊക്കെ എന്ത് പറ്റി മഞ്ജു. ഇല്ല ഡാഡി ഐ മിസ് യു ഡാഡി എന്ന് കെട്ടി പിടിച്ച് ഉറങ്ങാൻ തുടങ്ങിയാണ്. അങ്ങനെ 7 പേർ ഓരോന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാണ്. ശരി ഓക്കെ. അങ്ങനെ ഹീറോ നിന്ന് ഉറങ്ങിയായിരുന്നു. ഇങ്ങനെ ഡോറ് തുറന്നു വന്നു. മഞ്ജു ഇത് മഞ്ജു ഇല്ലല്ലോ. ഞാൻ ജിമ്മിന് കിടന്നു. വന്നു ജിന്നുണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിനും ബാത്റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് മഞ്ജു ഇതൊക്കെ കെട്ടി വിളിച്ചു. ജിമ്മി കയറി തുടങ്ങി. ആറമ്മക്ക് നീ എന്താടാ ഇവിടെ ചെയ്യുന്നത്. ഇല്ലടാ അത് ബാക്കി സ്ഥലം വന്നു. എന്താ സൗണ്ട് കേട്ടോ അവർ വന്നു. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്. അതില്ല ഞാൻ മഞ്ജുവിനെ നോക്കാമെന്ന്. മണി എത്രയായി 12 മണിയായി. നിങ്ങളെന്ത് ചെയ്യുക അങ്ങനെ പറയുന്നത്. ഹീറോയ്ക്ക് കേൾക്കാൻ അയ്യോ റൂമിലേക്ക് വന്നേരാ. അത് മഞ്ജുക്ക് പേടിയാവാൻ തുടങ്ങിയായിരുന്നു. ശരി അവിടെ ഇവിടെ ഉണ്ട് കാണാൻ പറ്റില്ല ഒരു തേടി. ശരി എവിടെയൊക്കെ പോയി കൊടുക്കണം. അങ്ങനെ ഉറങ്ങിയായിരുന്നു. അങ്ങനെ 7 പേരെ ഹീറോ രാവിലെ വെച്ച് നോക്കുമ്പോൾ 7 പേര് കണ്ണെല്ലാം ബ്ലാക്ക് കളറായിട്ട് മഞ്ജുക്ക് ചിരിപ്പ് സ്മൈൽ ചെയ്ത് തുടങ്ങി. ഓഹോ അപ്പോൾ റൂമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തായിരുന്നു അല്ലേ. ശരി ഇടുന്ന മോങ്ങനെ എങ്ങനെയായി എൻഗേജ്മെൻറ്റ് ക്ലോസ് ചെയ്യണം. അതുമാത്രമല്ല ഇവർക്ക് 7 പേർക്ക് പെണ്ണ് സെറ്റാക്കണം. അതിപ്പോൾ എന്ത് ചെയ്യുക എന്ന് പറയുമായിരുന്നു. ഹീറോ പ്ലാൻ ചെയ്തിറങ്ങി. ഇവരെ മാരേജ് കഴിച്ചാൽ എനിക്ക് സെറ്റാടാം. ഒരുവേള ഹോബിക്ക് മാത്രം വേണ്ട ബാക്കി ഒരിക്കലും ഗേൾസ് സെറ്റാക്കാൻ എന്ന് മഞ്ജു പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ വി മാമ കുറച്ച് ഇപ്പോൾ കോൾഡായാൽ മതി. വി മാമ ഒരു കുറുമ്പ് കേട്ടത് അയ്യോ ഹോബി മോഡിഷൻ ഓക്കെ ഹോബി മാമന് മാരേജ് കഴിക്കാൻ. അങ്ങനെ ജിന്നൊക്കെ സെറ്റാക്കാൻ ഗോള് വിളിച്ച് അത് ജിന്നിനെ പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഗേള് ഹീറോയി പറഞ്ഞിട്ടായിരുന്നു. വേറെ ഐഡിയയിലായിട്ട് സംസാരിച്ചായിരുന്നു. അങ്ങനെ പെണ്ണിക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി
എന്നിട്ട് മഞ്ജുവിനെ നോക്കുമായിരുന്നു. അങ്ങനെ ആ ഗേൾ വന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ആ പെണ്ണൊക്കെ ന്യൂസ് വന്നായിരുന്നു. അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടു. എന്നിട്ട് ആ ഗേൾ വന്ന് ജിന്നോട് സംസാരിക്കായിരുന്നു. ലവ് യു അങ്ങനെ ഇങ്ങനെ ഹീറോയി വന്നു. മാമ നീ എന്ത് ചെയ്യുക, നീ എന്നെ ചീറ്റ് ചെയ്തല്ലേ ജിന്നു പറയാ. അയ്യോ ഞാനെന്നില്ല, പോ മാമ നിന്റെ പടങ്ങി ഹൈഡ്. അപ്പോൾ സമ്മതമുണ്ടായി. ശരി മോ ഞാൻ ജിന്നു മാമനെ മേടിച്ച് കഴിക്കില്ല, പോ അവനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞ. ജിന്നു ഇല്ല ആറ് പറയുക. എന്നടാ അറിയില്ലടാ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, അവള് പറഞ്ഞു മനസ്സിലാവില്ല എന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ശുഗ അത് ഒരു ഗേൾ വന്ന് വന്ന് ഷുഗർ വീണിട്ട് ഷുഗറിനെ കറക്റ്റ് ചെയ്തേക്കും. ഓ ഈ പെണ്ണിക്ക് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഷുഗർ കണ്ണ് മാമ അങ്ങനെ അമ്മ ഷുഗർ പിടിച്ചോളൂ. മാമ നീ എന്നെ ചീറ്റ് ചെയ്തല്ലേ, നീ വേണ്ട പോ നീ വിട്ട. ഷുഗർ അവിടെ കണ്ണിട ഷുഗർ ആ വേണ്ടി വെച്ചായിരുന്നു. ഷുഗർ പറഞ്ഞു ഷുഗർ പോകാൻ നോക്കാം പിടിച്ചു. അവൾ പോയി എന്താക്കണം നമ്മൾ രണ്ടുപേരും ഷുഗർ ടെൻഷൻ കണ്ണത്തി കുറിച്ച് ബാക്കി പറഞ്ഞ കഥ എന്തിടാറ്റി ജിന്നു പറയുന്നത് പോയോ ഷുഗർ പറഞ്ഞു നടന്നത്. അപ്പം നിനക്കും പോയോ രണ്ടുപേർക്ക് എന്ത് ചെയ്യുന്നറിയില്ല. ഹാ അപ്പം നെക്സ്റ്റ് അമ്മ അങ്ങനെ ഹീറോയിൻ പ്ലാൻ ചെയ്താൽ മതി. ഒരു ഗേളിനെ സെറ്റ് ചെയ്തു. പിന്നെ ആറാമുക്കിൻ്റെ കൂടെ ബുക്ക് എടുത്ത് ക്ലോസ് ആയിട്ട് പോയി ബുക്ക് എടുക്കാൻ പോകുന്ന ഒരു മതി ഉണ്ടായി. അങ്ങനെ കണ്ണ് ഇങ്ങനെ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചു തരുന്ന ആറമ്മ നീ എന്നെ ചീറ്റ് ചെയ്തല്ലേ, പോന്ന് അവിടെ പോയി. ആറാമക്ക് ഷക്ക് എന്താ മാമ നിങ്ങൾക്ക് ഞാൻ ഫുഡ് കൊണ്ടുവരാൻ വന്നതാ, നിങ്ങൾ ചീറ്റ് ചെയ്തല്ലേ, പോ മാമ എന്ന്. അങ്ങനെ 3 പേര് ടെൻഷനായിരുന്നു. അപ്പോൾ ജേഹു കുറച്ച് പേടിയാൻ തുടങ്ങി. ഒരു പോലെ നെക്സ്റ്റ് ഞാനാ എന്ത് ചെയ്യാം എന്ന് ജേഹു പ്ലാൻ ചെയ്തു. ആറും പറയാൻ തുടങ്ങി. എനിക്ക് കുറച്ച് ഡൗട്ട് വരാം. ജേഹു പറയും അതെടാ നമ്മൾ പോയി എടുക്കളെ എങ്ങനെ വരാൻ പറ്റൂ, ഒരു പോലെ ഇത് പ്ലാൻ. അതിനായിട്ട് വീടിനോട് കെട്ടപ്പെടാൻ വന്നെ ഹോബി ഇങ്ങനെ ഹീറോയിൻ്റെ അടുത്തുണ്ട്. ഹീറോ ഒരു ഹോബി പിടിക്കിട്ട് വരും. മാമ നീ അത് ചീറ്റ് ചെയ്തല്ലേ. ചീട്ടാ ഇവളെൻ്റെ ചക്രി എന്ന് മുത്തേ മമ്മി എന്ന് ഒച്ചടക്കെ. അപ്പോൾ എല്ലാവരോട് വന്ന് നോക്കൂ മമ്മി മാമ എന്ത് ചെയ്തു, ഗേൾ ഫ്രണ്ട് പിടിച്ച് വീ ഞാനേ. അപ്പോൾ ജേഹു പറഞ്ഞു. അപ്പോൾ ജങ്കക്ക് ഹീറോയിനെ നോക്കി ഒരു മുറയ്ക്കായിരുന്നു. എന്ത് മാമ മുറിക്കുന്നത്.